നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ബുധനാഴ്ചത്തെ ലൈവ് പ്ലസ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ബിഗ് ബോസിന് അകത്ത് നടക്കണേക്കാളും കൂടുതൽ കോണ്ടന്റ് ആണ് പുറത്ത് നടക്കുന്നത് അല്ലേ? ഇത് അകത്തൊന്നും നടക്കണില്ല, ടാസ്ക് മാത്രം. അതെ, അകത്ത് ടാസ്ക് നടക്കുന്നുണ്ട്, കുറേ എണ്ണം മരിച്ചു കളിക്കുന്നുണ്ട്, കുറേ എണ്ണം ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ഒരു രീതിയിൽ പോകുന്നു. പിന്നെ പക്ഷെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്താണ് നടക്കുന്നത്. ഞാനൊരു വീഡിയോനെ കുറിച്ച് ചെയ്തിരുന്നു ഇത് അല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന്, കാരണം വെച്ചാൽ ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി. രണ്ടുപേരും കൂടി ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ രണ്ടുപേരും കൂടി ചെയ്യണമെന്ന് വിചാരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ കള്ളങ്ങൾ അല്ലേ? ഇത് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം കള്ളങ്ങളുടെ ചീട്ട് കൊട്ടാരമായിട്ട് വന്നിട്ടുള്ള ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് യാതൊരു രക്ഷയില്ലല്ലേ? ഇത് ഒന്നിനൊന്ന് കോമഡി പീസാണ് ബിഗ് ബോസ് സീസൺ 6. എസ്പെഷ്യലി ജാസ്മിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ജാസ്മിനും ഉണ്ടാതിരിക്കാം അല്ലേ? ചില കാര്യങ്ങൾ ഒഴിവാക്കാം. ഇതൊക്കെ എടുത്ത് പറഞ്ഞ് പുറത്തൊരു ചർച്ചാ വിഷയമായി. അറിയില്ലല്ലോ, അതാ പറഞ്ഞതേ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ അത്യാവശ്യം ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത്യാവശ്യമൊക്കെ ബുദ്ധിയുള്ള ആളല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒഴിവാക്കേണ്ട കേസല്ലേ? അതൊക്കെ അതിനുള്ള എടുത്ത് പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അഫ്സലിൻ്റെ വീഡിയോ കണ്ടു. പാവം, കഷ്ടം തോന്നിപ്പോയി. അതായത് ഭയങ്കര കഷ്ടം തോന്നിപ്പോയി. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിലേ വരാത്ത ഒരാളായിരുന്നു. ഒന്നിക്കും ഇല്ലാത്തൊരു പയ്യന്റെ ഒരു അവസ്ഥ, ഒരു ഗതികേട്, ഒരു പെൺകുട്ടി കാരണം ആ പയ്യന്റെ ഒരു ഗതികേട് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നിപ്പോയി. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ കണ്ടപ്പോഴേ ശരിക്കും സങ്കടം തോന്നിപ്പോയിട്ടോ. കാരണം ഇതൊക്കെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നൂല്ലോ. ആർക്കാ അപ്പം ഇതൊക്കെ ഇഷ്ടമുണ്ടാവുക? സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയിച്ച് എത്ര റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ആൾക്കാർ എല്ലാവരും ഉണ്ടാവില്ലേ? ഇവരുടെയൊക്കെ മുമ്പിൽ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു, ഇതിങ്ങനെയാണ് അത്. പക്ഷെ അതിലേക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ജാസ്മിൻ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. അഫ്സലിന്റെ പേരേ ആ ബിഗ് ബോസ് ഹൗസിൽ പോയി പറയരുതായിരുന്നു. അഫ്സൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നേ പറയണ്ട. അഫ്സലിന്റെ പേരേ ജാസ്മിൻ ആദ്യം മുതൽ പറഞ്ഞില്ലെങ്കിൽ ആ പയ്യന്റെ കാര്യം നോക്കി അങ്ങനെ വല്ല സങ്കടം ഉണ്ടാവും ഉറപ്പാണ്. ആ സങ്കടം മനസ്സിൽ ഒതുക്കിയിട്ട് അവരുടെ ഫാമിലി ആയിട്ട് പോയേനെ. ഇതിപ്പോ ഇവള് ഈ പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ആകെ നാട്ടിച്ച് എന്നിട്ട് വീണ്ടും വേറെ രീതിയിൽ കളി കളിച്ചുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത്. അല്ലെങ്കിൽ അവൾക്കൊരു ക്യാരക്ടർ, ഒരാളെ കാണുമ്പോൾ ഒരാളാണ്, ഒരാളെ കാണുമ്പോൾ ഒരാളാണ് എന്നുള്ള ക്യാരക്ടർ ഉള്ള സ്ഥിതിക്ക് ഈ ഒരു പയ്യന്റെ പേര് ആ ബിഗ് ബോസ് ഹൗസിൽ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയേണ്ടതില്. ബാക്കിയൊക്കെ അവളുടെ ഒരു ക്യാരക്ടറാണ്, അവളുടെ കാര്യമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ കുട്ടി അങ്ങനെ ആയിരിക്കും, ഇത്രയേ ഉള്ളൂ. ഈ പേര് ഈ കുട്ടിക്ക് വലിച്ചഴിക്കേണ്ടായിരുന്നു. കാരണം അവർക്കും ഉണ്ടൊരു ലൈഫ്, അവരുടെ വീടുണ്ട്, അവർക്ക് അച്ഛനും അമ്മ ബ്രദറൊക്കെ ഉണ്ടാവില്ലേ? ആ അച്ഛനും അമ്മേനെ എതിർത്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് നിന്നത് ആദ്യം. എന്താണെന്നുണ്ടെങ്കിലും അതല്ല, അത് അഫ്സൽ വേറൊരു സംഗതി കൂടി, ഒരു കാര്യം കൂടി പറയാം. അഫ്സൽ വേറെ സംഭവം കൂടി പറഞ്ഞു. ഇതെല്ലാം കൂടി എൻ്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് അവൾ എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ എന്ന്. അതായത് എന്നെ വെച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന കാര്യം അഫ്സൽ പറയുന്നത് തെറ്റൊന്നല്ല. വേറൊരാളോട് ഇഷ്ടം തോന്നിച്ചിട്ട് തെറ്റൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഒരു റിലേഷൻ ഉള്ള സ്ഥിതിക്ക് അത് ഇടയ്ക്കിടെ ചില സമയത്ത് ഇവള് പറയും, ഞാൻ കമ്മിറ്റഡ് ആണ്, എനിക്കൊരാളുണ്ട്. ഒരു ദിവസം എന്ത് കരച്ചിലായിരുന്നു, അന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞ ദിവസം, ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗബ്രി. ആ ആളെന്നെ, ആ പെൺകുട്ടീനെ ഒരു ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എണീറ്റ് നിന്ന് പറയാണ്, ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പാണ്, എന്താണെന്നറിയില്ല, പ്രേമത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രണയത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുകയാണ് ലാലേട്ട. അതൊക്കെ കേട്ടാ പുറത്തുള്ള ആളുടെ ഒരു അവസ്ഥ എന്താ? നല്ല മെസ്സേജാണ്. ഏതായാലും അതൊക്കെ കഴിഞ്ഞു. അതിനിപ്പോ എന്റെ പാട്ടിന് പോയി, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ അതിനി ഇത്രയും വഷളാക്കിയത്. ഞങ്ങളതിൽ കമന്റ് വരാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ജാസ്മിൻ ആ പെൺകുട്ടീനെ പറ്റി പറയണത്? ഞങ്ങളല്ല, ആ പെൺകുട്ടിയുടെ കുറച്ച് ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് എല്ലാ യൂട്യൂബ് ചാനലിലും അടിയിലൊക്കെ പറയണത്, എന്തിനാണ് ആ പെൺകുട്ടീനെ അങ്ങനെ പറയണമെന്ന് ചോദിക്കുന്നത്. ഒരു യൂട്യൂബേഴ്സും എനിക്ക് തോന്നുന്നില്ല, അവരൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഉണ്ട് ആർമി ഇവരുടെ. അതിൽ തോന്നിയ പോലെ പറഞ്ഞു നടക്കുക, മറ്റുള്ളവരെ പറ്റിയിട്ടും എല്ലാവരെ പറ്റിയിട്ടും. അവരാണ് ഇത്രയും വഷളാക്കിയിട്ട് കുറച്ചുകൂടി ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത് ഈ ആർമിക്കാരാണെന്ന് തോന്നുന്നത്. ഈ യൂട്യൂബേഴ്സിനെ അധികം പറയുന്നില്ല. യൂട്യൂബേഴ്സിനെ ആകെ പറയുന്നത് വിവീനാണ് കേട്ടോ. പക്ഷെ അതിൽ ബാക്കി അവർ ശരിക്കും അവരതിനുള്ള ചർച്ച നടത്തുന്നതും ബുള്ളി ചെയ്യുന്നതും കംപ്ലീറ്റ് ജിൻഡോ, സിബിന് അത്യാവശ്യം നല്ല രീതിയിൽ. സിബിനെ കമന്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു വോയിസ് തന്നെ ഞാൻ പുറത്ത് കിട്ടല്ലോ അല്ലേ? ഓക്കെ, വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഫാൻസിന് ഇനി വല്ല സംശയവും ബാക്കി ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്രയധികം പുറത്തു വന്ന സ്ഥിതിക്കില്ലേ ഇവര് പറഞ്ഞിരിക്കുന്നല്ലേ കേട്ടിട്ടും നടക്കുമ്പോൾ അത്ഭുതം തോന്നി. ഓക്കെ, അപ്പൊ അത്രത്തന്നെയുള്ളൂ. ഇതാണ് പുറത്തത്തെ കേസ് ഉള്ളത്. ഇനി അകത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ അകത്തെന്ന് വെച്ചാൽ ഞാൻ ലൈവ് കാണുന്ന ഒരാളാണല്ലോ. ലൈവിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാറില്ല. ടാസ്ക് വരുമ്പോൾ എല്ലാവരും ടാസ്ക് കളിക്കുന്നുണ്ട്.
ഒരു ദിവസം മാത്രം സായി വിട്ടുകൊടുത്തു, മറ്റേ അഭിഷേകിന്റെ കൂടെ ഒന്ന് സ്ലോ ആയി കളിച്ചു. അതല്ലാണ്ട് ബാക്കി എല്ലാവരും നന്നായിട്ട് ഇപ്പം ഇന്നൊക്കെ കളിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, ആരും ഒഴിഞ്ഞു നിൽക്കണില്ല. അത് മാത്രമേ നടക്കണുള്ളൂ എന്ന് മാത്രം. കാരണം അല്ലാണ്ട് വേറൊരു കണ്ടന്റും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുന്നില്ല. നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുക. അവർ ഭക്ഷണം ഉണ്ടാക്കണു, കഴിക്കണു, എന്തെങ്കിലുമൊക്കെ കഥകൾ പറയണു. അതിനിടയ്ക്ക് 10 പ്രാവശ്യം ഇവരോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും എന്നുള്ള പോലെ പറയും സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയരുത്. ഇന്നും അവരത് ചർച്ച ചെയ്തു. അപ്പോൾ ബിഗ് ബോസിന് ദേഷ്യം വന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നത്, എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയണം സോഷ്യൽ മീഡിയ, അതായത് അവരുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടാണ് പറയണം. ഒരുത്തൻ ചോദിക്കുകയാണ്, ആരോ ഒരാൾ അഭിഷേകാണോ അതോ സിജോ ആണെന്ന് അറിയില്ല, ഓൾ കേരള മറ്റേ യൂട്യൂബിന്റെ ആണ് സായി എന്ന് പറഞ്ഞു. സെക്രട്ടറി അപ്പൊ പറഞ്ഞു, അപ്പൊ നീ ആരാ സെക്രട്ടറി? ഇതൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു. ഈ ഒരു പരിപാടികളെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കണ്ടന്റ് എന്ന് പറയാം, എല്ലാ സീസണും കാണുന്നോണ്ട് പറയാട്ടോ. ഈ ടാസ്ക് അല്ലാതെ ഒരുപാട് കണ്ടന്റ് വരാറുണ്ടായിരുന്നു. കണ്ടന്റ് പറഞ്ഞാൽ ചിരിക്കാൻ വരും. ആദ്യത്തെ പ്രശ്നം എന്താ അറിയോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ, പ്രത്യേകിച്ച് ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ ഒരുവിധം എല്ലാവരായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമായിട്ട് തിരഞ്ഞെടുക്കരുത്. അതിന് മിസ്റ്റേക്കാണ്. സായി സിജോ രണ്ടും കണക്റ്റഡ് ആണ്, ഒരുപോലുള്ള ഒരേ ഈ ഒരു സംഘടന. ഓക്കെ, ജാസ്മിൻ നോറ, പിന്നെ സായി ജാസ്മിൻ, സായി നോറ, ഇവർക്ക് സിജോ ജാസ്മിൻ നോറ, ഇവരൊക്കെ കണക്റ്റഡ് ആണ്. ഇതിപ്പോ സീരിയലുകാർ, എനിക്കൊന്നും സീരിയലുകാർ വന്ന അത്ര വലിയ കുഴപ്പമില്ല. അവരുതായ ഒരു ഗെയിം കളിച്ച് പോകുന്നു, അതിനുള്ള മെച്ചൂരിറ്റി അവർ കളിക്കും. പ്രാവശ്യം ഔട്ടായ ചില ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. സത്യം തന്നെയാണ്, പ്രാവശ്യം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഔട്ടായി പോയില്ലേ. പിന്നെ എന്താന്ന് വെച്ചാൽ ടാസ്കില് ഇന്ന് 2 ടാസ്കിൽ ജിൻഡോ ജയിച്ചു. 3ാമത്തെ രാത്രിയത്തെ ടാസ്കിൽ ഋഷിക്ക് 3 പോയിന്റ് വീതം. നമ്മളെ ശ്രീതുവിന് കിട്ടിട്ടോ പോയിന്റ്. ശ്രീതു ലാസ്റ്റത്തെ അതിൽ കളിച്ചു. അല്ല, അത് ടങ് ട്വിസ്റ്റർ ചെയ്തിട്ട്, അതായത് ആരാ ഫസ്റ്റ് മണി അടിക്കുമ്പോൾ മാലയിട്ടിട്ട്. ഫസ്റ്റത്തെ 2 ടാസ്കും ജിൻഡോന്റെ കുറേ ആൾക്കാർ കമന്റ് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടു കേട്ടോ. ഹോട്ട്സ്റ്റാറിലൊക്കെ മെയിൻ എപ്പിസോഡിൽ എന്താ ജിൻഡോ ജയിച്ച എപ്പിസോഡ് കാണിക്കാത്ത അതെന്താന്ന് അറിയില്ല. പക്ഷെ അതിലൊരു രാവിലത്തെ ഒരു കൂട്ടൊരു എപ്പിസോഡ് കണ്ടപ്പോഴേ, രാവിലെ മോർണിംഗ് ടാസ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റണ, അതൊരു പൊട്ട സംഭവമായിരുന്നില്ലേ? അതിന് പകരം ഈ ഒരു ടാസ്ക് വെക്കായിരുന്നില്ലേ? അങ്ങനെ തോന്നിയിരിക്കെ. കാരണം പ്ലസ്സിൽ വെച്ചു, പ്ലസ് കാണുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നി ജിൻഡോ ജയിച്ച ആ ഒരു എപ്പിസോഡ് അല്ല, ഒരു ടാസ്ക് വേണമെങ്കിൽ ആ മറ്റതിന് പകരമെങ്കിലും ഇവർക്ക് കാണിക്കായിരുന്നു തോന്നി. അല്ല, അത് ഒരു കാര്യം ചെയ്യായിരുന്നു, അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ടാസ്ക് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പൊ ജാസ്മിൻ പറയാണ്, ജാസ്മിൻ അതിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സായിനോട് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് സാധനം അവിടെ ഉണ്ടാക്കിയിട്ട് ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ടാസ്ക് ആക്കി മാറ്റിയിരുന്നെങ്കിലൊക്കെ. അതൊന്നും കഴിവില്ലാത്തവരല്ല അതിനുള്ളിൽ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വിസിബിളി നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു. വിസിബിളി, ഇക്വേറ്റ് ചെയ്യുക, ഓർഗാനിക്കായിട്ട്, പിന്നെന്താ ക്ലാരിറ്റി, പിന്നെ വൈ ബിക്കോസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനൊരു കേസ് പറയട്ടെ. ഞാൻ സായി സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മളോട് പറയും, ഞാൻ അങ്ങനെ വിരലിങ്ങനെ ബന്ധിക്കും, ഇക്വേറ്റ് ചെയ്ത്. പക്ഷെ അത് ഇക്വേറ്റിങ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കണം, എന്താണ് എനിക്ക് പല സമയത്തും ഞാൻ ഇക്വേറ്റ് ചെയ്യാന്നൊക്കെ മനസ്സിലായി. ഓർഗാനിക്കും ഉണ്ട് അല്ലേ, വിസിബിളി ഏകദേശം മനസ്സിലായില്ലേ എന്താണെന്നുണ്ടെങ്കിലും. വല്ലാത്തൊരു ഇക്വേറ്റ് ചെയ്യലൊന്നും കാര്യമായിട്ട് എവിടെ. ഇനി വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ, വോട്ടെവർ. ആ പറയും. എന്നിട്ട് ബാക്കി അപ്പോൾ ജിൻഡോൻ്റെ ആ സംഗതി കാണിച്ചില്ല. സംഭവം എന്താ പറയുക, ഈ പ്ലസ് പല ആൾക്കാരും കാണുന്നില്ല കാര്യമായിട്ട്. ഈ മെയിൻ എപ്പിസോഡാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടിട്ടാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇപ്പോൾ അതിന് യോജിക്കുമെന്നുള്ളതല്ല, യോജിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളതാണ്, എന്ത് വിലയിരുത്തലാണെങ്കിലും എന്ത് കുന്താണെന്നുണ്ടെങ്കിലും കപ്പിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അല്ലേ ജാസ്മിൻ? ഇനിയിപ്പോൾ ഇതിൽ ജിൻഡോ സ്വാഭാവികമായിട്ടും ഒരു ജിൻഡോ അഭിഷേക് വോട്ടിംഗ് സ്പ്ലിറ്റ് അവിടെ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അഭിഷേകിന് അവിടെ ചാൻസ് കൂടുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ജിൻഡോക്ക് ഒരു ഭീഷണി വരാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്കറിയില്ല എന്താ സ്ഥിതി എന്നുള്ളത് അല്ലേ ഇത്.
അറിയില്ല, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കേട്ടോ. ഒന്നും എപ്പോഴാ മാറിയാന്നൊന്നും അറിയില്ല. എന്തായാലും ജിൻഡോ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഒരു ഡള്ളായിരുന്നു കുറച്ച് ദിവസം. ഇപ്പൊ ജിൻഡോ കളിക്കുന്നുണ്ട്, പിന്നെ അഭിഷേക് നന്നായി കളിക്കുന്നുണ്ട്. എല്ലാവരും ഗെയിം ഇപ്പൊ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്ന പോലെ തോന്നി. ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം പറ്റുന്നില്ല, കാരണം പല ടാസ്കും പല രീതികളാണല്ലോ. അപ്പൊ എല്ലാവർക്കും എല്ലാം പറ്റില്ല, പക്ഷെ എല്ലാവരും നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. ആരും മടിച്ചിരിക്കണമൊന്നുമില്ല, അയ്യോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണമൊന്നുമില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലൊന്നുമില്ല. എല്ലാവരും അത്യാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ ഉണ്ടാവണുള്ളൂ. ഇന്നിപ്പോ 2 മണി 3 മണി വരെയൊക്കെ അവര് ഇപ്പോഴും ലൈവില് അതൊന്നും നടന്നിട്ടില്ല, ആ ടാസ്ക് നടന്നിട്ടില്ല, ആ മാലടല് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോഴും അവരവിടെ അതിന്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു തെറ്റി. അതെ, 2 കുടയും കുഞ്ഞു പെങ്ങളും പദ്ധതി ബിഗ് ബോസിന്റെ വക. സായിയും സിജോ സിജോ പറഞ്ഞു കേട്ടുമല്ലോ, മറ്റേ ഒരു ബോട്ട് മുങ്ങി പോവുകയാണെങ്കിൽ ആരെ രക്ഷിക്കുന്നു എന്തോ ഒരു സാധനം സിജോനോട് സിജോ നന്ദനെ രക്ഷിക്കും. ഇത് ആങ്ങളെയും പെങ്ങളും കളിക്കാൻ അവര് വന്നു. അല്ല, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ എല്ലാ സീസണിലും ഗെയിമല്ലേ ഒന്നുമില്ലെങ്കിൽ. അല്ല, അപ്പൊ നന്ദനയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ നന്ദനയ്ക്ക് പക്ഷെ നന്ദനയാണോ ജാസ്മിനാണോ ആദ്യം മാല ഇട്ട് എന്നുള്ള പ്രശ്നം ഉണ്ടായി. ജാസ്മിൻ ഇട്ടു, നന്ദന ഇട്ടു, എല്ലാവരും ഇട്ടു. അത് ആരിട്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നന്ദന പറയണോ നന്ദന ഇട്ടു, ജാസ്മിൻ പറയണോ ജാസ്മിൻ. അപ്പൊ സായി സിജോയെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു നന്ദനയുടെ പ്രശ്നം. നന്ദന തെറ്റിപ്പോയി. തെറ്റിലും വരവൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. നന്ദുട്ടി ഇനി അവരോട് മിണ്ടില്ല. അതെ, ഞങ്ങളെ മോൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഉണ്ണിക്ക് ഇത് വേണം, ചെറിയ കുട്ടിയാകുമ്പോ ഉണ്ണിക്ക് വേണം, ഉണ്ണിക്ക് ഇത് വേണ്ട അമ്മ, ഉണ്ണിക്ക് അതാ വേണ്ടെന്ന് പറയില്ലായിരുന്നോ? അതുപോലെയാണ് നന്ദന ഇടയ്ക്ക് സംസാരിക്കുമ്പോ നന്ദുന് അത് പറ്റില്ല, നന്ദുന് തന്നോളൂ, നന്ദന നീ ചെയ്യില്ല, നന്ദുന് അത് തന്നോളൂ, അത് മാലട്ടോ നന്ദന. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ മോന്റെ ഇങ്ങനെ ഓർമ്മ, ഉണ്ണിക്ക് വേണം. അയ്യോ, അപ്പൊ അതൊക്കെയാണ് കഥ. പിന്നെന്താ ഇതൊന്ന് പറയാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെയും ഇതിന്റെ ബാക്കി ടാസ്കുകളാണ്. ഒന്നും കൂടി കുറച്ച് വിവാദങ്ങൾ വേണമെന്ന് പറയുന്നില്ല, അടിപിടികൾ വേണമെന്ന് പറയുന്നില്ല, ബുദ്ധിപരമായ ഡിസ്കഷൻസിനുള്ള കേപ്പബിലിറ്റി ഉള്ളവരില്ല എന്നല്ല പറയണത്. പക്ഷെ ബുദ്ധിപരമായ കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അപ്പോഴൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് ഇത് ബോറടിക്കാതിരിക്കുക. നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ പറയാനും അതെ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വാഭാവികമായിട്ടും തോന്നും ഇവരൊരു മാളെ മാത്രം സൈഡ് ചെയ്ത് പറയണം. ഇന്നിപ്പോൾ ഇവരുടെ വീഡിയോ ഉണ്ട്, മറ്റേ നമ്മുടെ പേരുണ്ടല്ലോ രേവതി, ബിഗ് ബോസിൽ എനിക്കൊന്നും അവർക്ക് എന്നാ കിട്ടിയിരിക്കുന്നത് കാലാകാലമായിട്ടല്ല. അല്ല, അതെന്താന്ന് വെച്ചാല് പക്ഷെ കഷ്ടമാണ് കേട്ടോ. അത് രേവതിക്ക് കിട്ടുമ്പോൾ കഷ്ടമാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പം എനിക്ക് കിട്ടിയ വിഷയമല്ല കേട്ടോ. എന്താ കാരണം വെച്ചാൽ നമ്മൾ ജാസ്മിനെ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതാക്കിയിട്ട് രേവതി യൂട്യൂബർ പണ്ട് മുതലേ ഞാനൊക്കെ ഇത് ചെയ്യുന്നതിന്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങണതിന്റെ മുമ്പേ ബിഗ് ബോസ് കാണുമല്ലോ, അന്നേ എല്ലാരെയും പറ്റിയിട്ടും അങ്ങനെ ഒരാളെ സൈഡ് ചേർന്ന് സംസാരിച്ചിട്ടൊന്നും അപ്പൊ അതില് വല്ലാണ്ട് മോശം ചെയ്തൊരു കാര്യം, അത് മോശമാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിലപ്പുറത്തേക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അവരെ എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, അതായത് ഇന്നിപ്പോ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തോളൂ, ഇതാണ് പറഞ്ഞിട്ട് മെസ്സേജ് വരിക. അത്രേ കഷ്ടം. മെസ്സേജസ് ഒക്കെ ഇവിടെയും വരലുണ്ട്, കമന്റ് ബോക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ അത്രയും അതിന് അർഹത ഉണ്ട് കുറച്ചൊക്കെ ജീവിക്കാം. ഇത് ഒന്നും ചെയ്യാതെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറയണം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏതായാലും കുറേ വോയിസ് ഞാൻ പുറത്ത് വിട്ടു. ഇനിയിപ്പോൾ ഏതായാലും പുറത്ത് വിടുന്നില്ല, ഇനി മതി. ഇല്ല, അത്യാവശ്യമായി. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതൊന്നും ആവുന്നല്ല, അവരുടെ ടൈപ്പ് ചെയ്ത് ചാറ്റ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലല്ലോ. അതിനെ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ ഇതും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ. ഇന്നലത്തെ ഒരു വീഡിയോ നമ്മൾ മിസ്സായിപ്പോയി, നല്ല സാഹചര്യം കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കോണ്ടന്റ് വരും എന്നുള്ള പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ പുറത്തുള്ളതാണ് ഞാൻ കാര്യമായിട്ട് പുറത്തുള്ള കേസ് ഞാൻ ഏറ്റെടുക്കുന്നത്, അകത്തുള്ളത് പോലും ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.